കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ തൊഴാം. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ആ ഉച്ചപൂജ നേരത്തെ കളഭാലങ്കാരം എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോവാം. എല്ലാവരും വരൂ. നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലെ ആ വലിയ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ആ വിഘ്നേശ്വരനെ കണ്ട് അനുവാദമൊക്കെ വാങ്ങി നമുക്ക് നേരെ ആ ഗോപുര നടയിലൂടെ അകത്തേക്ക് കടക്കാം. അങ്ങനെ അകത്ത് വന്ന് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് പോരുന്ന വഴിയിലേക്ക് ഇങ്ങനെ എത്താം. അങ്ങനെ വരുന്ന ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് കുറച്ചൊക്കെ തിരക്കുണ്ട്. ഗുരുവായൂർ അത്യാവശ്യം നല്ല മഴയാണ്. ഇന്നലെയും മഴ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഗുരുവായൂർ മഴയാണ്. എന്നാൽ വലിയ തിരക്കില്ല, കാരണം കഴിഞ്ഞ ഞായറാഴ്ചത്തെ തിരക്കൊന്നുമില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഒരു പഴയ ഏകാദശിയുടെ അത്രയും തിരക്കായിരുന്നു. ഇപ്പോൾ അത്ര തിരക്കില്ല, കാരണം അടുത്ത സ്ഥലത്തു നിന്നുള്ള സ്വാമി ഭക്തരൊക്കെ വരവ് കമ്മിയാണ്, കാരണം അവിടെയൊക്കെ മഴയാവുകൊണ്ട് അത് കുറച്ച് കുറവാണ്. അപ്പോൾ എന്നാലും നമ്മുടെ ഇവിടുത്തെ ഭക്തരനുണ്ട്. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ തൊഴാൻ പറ്റും. അതുകൂടാതെ ഇന്നിപ്പോൾ സോപാനംകാവൽ വനിതാ സെക്യൂരിറ്റി അവർക്ക് ഇന്ന് ട്രെയിനിങ് കൊടുക്കുന്ന സമയമാണ്, ആ ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഗുരുവായൂരത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഗുരുവായൂരപ്പനെ തൊഴാൻ പോവുക. എല്ലാവരും വന്നു. ഇപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തിയിട്ടോ. അവിടെ നിന്ന് നേരെ നമ്മളൊന്നായി ഇങ്ങനെ പോകുന്നു. അങ്ങനെ കയറുന്ന സമയത്ത് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക അങ്ങോട്ടാണല്ലോ. അപ്പോൾ അവിടുത്തെ ആ തിളക്കം ഇങ്ങനെ കാണാം. നെയ്വിളക്കിൻ്റെ സ്വർണ്ണപ്രഭ ഇങ്ങനെ കാണാം. അതിങ്ങനെ കത്തിയിട്ട് ആകെ ഒരു എന്താ പറയുക, പ്രൗഢഗംഭീരമായ ആ ഒരു സ്വർണ്ണപ്രഭയാണ് കാണുക. അപ്പോൾ അതങ്ങനെ നമ്മൾ ഇടതുവശത്തേക്കൊന്ന് നോക്കിയാൽ, ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇടതുവശത്തേക്ക് നോക്കിയാൽ മേൽപ്പത്തൂരിൽ ഇരുന്ന് നാരായണീയം എഴുതിയ സ്ഥലം കാണാം. അപ്പോൾ അവിടെ ഒന്ന് സ്മരിക്കുക, മേൽപ്പത്തൂരിനെ ഭഗവാനെ സ്മരിക്കുക. അതുപോലെ വലതുവശത്താണെങ്കിൽ ആ തൂണ് കാണാം, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ്, അതൊന്ന് തൊട്ട് തൊഴാം. അങ്ങനെ തൊഴുത് ഇങ്ങനെ നമ്മളിങ്ങനെ പോരുമ്പോൾ ആ കാൽപാദങ്ങളിൽ അത് ആ കാൽത്തളകളൊക്കെ ഇട്ട പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാം. അത് മാത്രമല്ല, ഇന്നിപ്പോൾ പാമ്പിൻ്റെ തലകൾ കാണാണ്ട്. ഇന്ന് കാളിയമർദ്ദകനായിട്ടാണ്, കാളിയം പാമ്പിൻ്റെ തല കാണാണ്ട്. കാളിയം പാമ്പിൻ്റെ തലയുടെ മുകളിൽ പൊന്നുണ്ണിക്കണ്ണൻ ആ കാലുകൊണ്ട് ഇങ്ങനെ ചാടി കളിക്കുകയാണ്, നൃത്തം ചവിട്ടുകയാണ്. അതാണ് കാഴ്ച ഇന്നത്തെ ശ്രീലകത്തെ അലങ്കാരം. അങ്ങനെ നോക്കുമ്പോൾ കൈവളകളിട്ടുണ്ട്, തോൾവളകളുണ്ട്, പൊന്നിൻ്റെ ഗോപി ഉണ്ട് നെറ്റിയിൽ, അതുപോലെ മാറത്തുണ്ട്. അതുപോലെ 5 ഗോപി തിലകങ്ങൾ വെച്ചിട്ടൊരു മാല പോലെ വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരു വളയം പോലത്തെ മാല ഉണ്ട്. അതേമാതിരി സ്വർണ്ണ, അതായത് നമ്മുടെ ഓടക്കുഴൽ അങ്ങനെ കയ്യിലിങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, വിളിക്കണമൊന്നുമില്ല. ഒരു കൈ കൊണ്ട്, ഇടത്തെ കൈ കൊണ്ട് കാളിയമ്പാമ്പിൻ്റെ ആ തലയമ്മിലിങ്ങനെ വാല് പിടിച്ചിട്ടുണ്ട്. ബാക്കി കാലുകൾ കൊണ്ട് തലയമ്മിൽ ഓരോ ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ദർപ്പം, ആ അഹങ്കാരം അകത്താണ്. കാളിയൻ്റെ ഉള്ളിലെ ആ വിഷാംശത്തെ, അഹങ്കാരം എന്ന ആ വിഷത്തെ ഇല്ലാതെ ആക്കാനുള്ള ആ പാദസ്പർശമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് കാണാനുണ്ട്. അതുപോലെ ആളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പുഞ്ചിരി തൂക്കിയിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ ഭക്തരെ നോക്കിയിട്ട് ആ പുഞ്ചിരിയോടെ ആണ് നിൽക്കുന്നത്. എല്ലാ ഭക്തരുടെയും ഉള്ളിലുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കണം, എന്നാലേ മോക്ഷം പ്രദാനം ചെയ്യാൻ കഴിയൂ എന്നുള്ള ആ ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നമുക്ക് തരുന്നത്. ആ കാളിയ മർദ്ദകനായിട്ട്, അതായത് എല്ലാ അഹങ്കാരം ശമിച്ചാൽ മാത്രമേ എന്നിലേക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമ്മൾക്ക് പറയുന്നത്. അങ്ങനെ ആ ഒരു ഇന്നത്തെ കളഭാലങ്കാരത്തിലൂടെ നമുക്കത് കാണിച്ചു തന്നിട്ടുമുണ്ട്.
അങ്ങനെ ഒരു ഉണ്ടമാലകളുണ്ട്. തുളസിയും തെച്ചിയും ആയിട്ടുള്ളൊരു ഉണ്ടമാലയും, തെച്ചിയും താമരയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളൊരു ഉണ്ടമാലയും, അങ്ങനെ രണ്ട് നല്ല തടിച്ച ഉണ്ടമാലകളാണ്. അതിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിനപ്പുറം പീലി ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട്. അത് നന്നായിട്ട് കാണാനുണ്ട്. അതേപോലെ ആ തിരുമുടിയിലൊരു മാല ആണ്, ഒരു മാലയാണ് അത് അത്യാവശ്യം നല്ലൊരു മാലയാണ്. തുളസിയും തെച്ചിയും വെളുത്ത പൂവായിട്ട് ഇടകലർത്തിയിട്ടുള്ള ആ ഒരു തിരുമുടി മാല കാണാനുണ്ട്. അങ്ങനെ അതിൻ്റെ മേലെ വിധാനമായിട്ട് 2-4 ഉണ്ടമാലകൾ ഇങ്ങനെ കാണാനുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണുന്നു. ഇതൊക്കെ ആ പൊന്നിൻ്റെ പ്രഭയും കൂടിയും കാണുമ്പോൾ നെയ്വിളക്കിൻ്റെ സ്വർണ്ണവിളക്കിലുള്ള ആ പ്രഭയും ഈ പ്രഭയും കൂടി ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ കണ്ണിലേക്ക് ആ ഒരു മഞ്ഞ കളറിങ്ങനെ കാണുകയാണ്. അതേപോലെ ആ കിങ്ങിണി കുമ്പേൻ്റെ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ കാണുകയാണ് ഓരോന്നോരോന്നായിട്ടേ. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നത്തെ കളഭാലങ്കാരമാണ്. ആ പാമ്പിൻ്റെ നെറുകിൽ ചവിട്ടി നൃത്തം ചെയ്യുന്ന ആ ഉണ്ണിക്കണ്ണനായിട്ടാണ് ഇന്നത്തെ ആ കാഴ്ച. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ, എല്ലാവരും മനസ്സ് നിറഞ്ഞ് കണ്ടോളൂ ആ ഗുരുവായൂരപ്പൻ്റെ സ്വരൂപത്തെ, ആ കാളിയ മർദ്ദകനെ കണ്ട് വണങ്ങിക്കോളൂ എല്ലാവരും. അങ്ങനെ നമ്മളവിടെ നിന്ന് തൊഴുതു, മനസ്സ് നിറഞ്ഞ് തൊഴുതു. മനസ്സാ സ്മരിച്ചാൽ തന്നെ അവിടെ എത്തി എന്നാണ് അർത്ഥം. അങ്ങനെ തൊഴുത് ഇനി ഇറങ്ങുകയാണ്. തൊഴുതിട്ട് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുക. അങ്ങനെ വരുമ്പോൾ തിടപ്പള്ളിയിൽ ഒക്കെ നോക്കാം. അവിടെ രാവിലെ ഗണപതി ഹോമമൊക്കെ നടത്തുന്നതും ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്നതുമായ തിടപ്പള്ളിയിലേക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ ബലിതർപ്പണം ചെയ്യുന്ന അഗ്നികോണിൽ ഒരു കല്ല് കാണാം, ബലിക്കല്ല് കാണാം. അതൊന്നും ചവിട്ടാതെ നേരെ ഇങ്ങനെ പോരാം. അങ്ങനെ ആ സപ്തമാതാക്കളെ ഒന്ന് സ്മരിച്ച് കണ്ട് തൊഴുത് നേരെ ഇനി വിഘ്നേശ്വരനെ കാണാൻ വരാം. വിഘ്നേശ്വരൻ്റെ അവിടെ വരുമ്പോൾ വളരെ നന്നായിട്ടുണ്ട്. വിഘ്നേശ്വരനെ കണ്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കിയാൽ ആ മുഖത്തൊക്കെ അങ്ങനെ നന്നായിട്ട് ഗോളികയൊക്കെ ഇറക്കിയിട്ടുള്ള മാലകളൊക്കെ അങ്ങനെ അലങ്കരിച്ച് തുമ്പിക്കൈയൊക്കെ ചന്ദനം പൊതിഞ്ഞ് ഇട്ടുള്ള ആ നല്ല ലക്ഷണമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്ന് വിഘ്നേശ്വരൻ ഇരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഗണേശനെ കണ്ട് തൊഴുത് ഇനി സരസ്വതി ദേവീനെ കാണാം. അങ്ങനെ തിരിഞ്ഞാൽ ഒരു ചെറിയ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്, വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഇങ്ങനെ ആ ഫോട്ടോൻ്റെ അവിടെ. ശരിക്കും ഒരു വിഗ്രഹമാണ് വേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് അതിൻ്റെ മാത്രം അഭിപ്രായം കേട്ടോ. പക്ഷേ ഇപ്പോൾ അവിടെ ഫോട്ടോ ഉള്ളത്. എന്തായാലും അത് നല്ലൊരു കാര്യമാണ്. നമുക്കവിടെ ആ സരസ്വതി അറയാണല്ലോ, അപ്പോൾ ആ സരസ്വതി അറയിൽ നോക്കി തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് പ്രാർത്ഥിച്ച് ആ ഗണേശനെ ഏത്തൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ സൈഡിൽ വീണ്ടും ഗണേശൻ്റെ വിഗ്രഹം കാണാം. നല്ല തുളസിപ്പൂമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ട് തൊഴുത് അത് കഴിഞ്ഞ് നേരെ ഇങ്ങനെ വരുമ്പോൾ മേൽശാന്തിന് അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ അവിടുന്ന് കിട്ടും. അപ്പോൾ അവിടെ കൊടുത്താൽ അതിങ്ങോട്ട് കിട്ടും. ദക്ഷിണയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തരും. അപ്പോൾ അതൊക്കെ വാങ്ങി തൊട്ട് ഇനി നമുക്കൊന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. ആ കൃഷ്ണൻ്റെ പുറകുവശത്ത്, ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ച് എണീച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മളെ പത്മനാഭസ്വാമീനെ കാണാം. അനന്ത പത്മനാഭസ്വാമി അങ്ങനെ നന്നായിട്ടിരിക്കണു. അവിടെ അതാ അലങ്കാരമൊക്കെ ഉണ്ട്, പൂക്കൾ കൊണ്ട് വിധാനമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് ദശാവതാര രൂപങ്ങളായ ഓരോന്ന് കണ്ട് ഇങ്ങനെ വരാം. ആ കണ്ണനെ കണ്ട് വീണ്ടും തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ മുരുകനെ കാണാം. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ കാണാം. ഹനുമാൻ സ്വാമിക്ക് അതാ വെറ്റില മാല ഉണ്ട്. അതൊക്കെ കണ്ട് വെളുത്ത പൂവുണ്ട് അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഉള്ള മാലയൊക്കെ ആയിട്ട് കുങ്കുമമൊക്കെ ഉണ്ട്. ആ കുങ്കുമമൊക്കെ എടുത്ത് ശിരസിൽ ചാർത്തിയിട്ട് നേരെ ആ കൃഷ്ണനെയും രുക്മിണി രാധാകൃഷ്ണനെയും ഒക്കെ കണ്ടിട്ട് നേരെ ആ കോവിലിൻ്റെ അവിടെ ആ തീർത്ഥം വരുന്ന അവിടേക്ക് വരാം. അത് കഴിഞ്ഞാൽ ഇനി നേരെ ഉള്ളിലേക്ക് വന്ന ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. ആ താമരക്കണ്ണനെ കാണുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴും അങ്ങോട്ട് ചിലവർക്ക് മനസ്സിലാവില്ല
ഇനി ഒന്നും കാണാനില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഷീറ്റ് മേഞ്ഞ ഷീറ്റില്ല അതിന് നേരെ ഇങ്ങനെ നോക്കിയാൽ ആ ചുമരിൻ്റെ അവിടേക്ക് അതിൻ്റെ എൻഡ് വരുന്ന ചുമരിൻ്റെ എൻഡിലാണ് കേട്ടോ ഇത് താമരക്കണ്ണൻ്റെ ആ മ്യൂറൽ ഒരു എന്താ പറയുക ചിത്രം. ആ ചിത്രത്തിനാണ് പ്രസക്തി. അപ്പോൾ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനാണ്, താമരക്കണ്ണനാണ്. അപ്പോൾ കണ്ടു തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ മണിക്കിണർ കാണാം. അതുപോലെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കണോ, അപ്പോൾ നമ്മുടെ കണ്ണൻ അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ നിന്ന് തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് പോന്നാൽ ആ കുറൂരമ്മയും കൃഷ്ണനാട്ട രൂപവും വസുദേവരെയും ഒക്കെ കാണാം. ആ ഉണ്ണീനെ എടുത്ത് പോകുന്ന ആ വസുദേവരയുടെ ചിത്രമൊക്കെ ഇങ്ങനെ കാണാം. കണ്ട് വടക്കേ നടയിലൂടെ പുറത്തേക്ക് കിടന്ന് ആ പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി ആ ഇടത്തിരിക്കത്ത് കാവിലമ്മേനെ കാണാൻ പോവാം. ആ ഭഗവതിയുടെ അവിടെ വന്നിട്ട് ആ ഭഗവതിയെ തൊഴാം. ഉള്ളിലേക്ക് ഒന്ന് കയറിയ അവിടെ ഭജന ഇരിക്കുന്ന കൃഷ്ണനെ കുറേ ധാരാളം വിഗ്രഹങ്ങളുണ്ട്, അതൊക്കെ കാണാം. അത് ചില സമയത്തെ അവരാണ്ട് കയറാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ കണ്ട് തൊഴുത് ഭഗവതീനെ കാണുക, നന്നായിട്ട് നോക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. ഇനി നമുക്ക് നേരെ കുറച്ചും കൂടെ നടന്ന ആ കോണിൽ വന്ന മമ്മിയൂരപ്പനെ കണ്ട് തൊഴാം. നമശിവായ 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 എന്നിങ്ങനെ ചെല്ലിയാൽ, പഞ്ചാക്ഷരി ചെല്ലിയാൽ അപ്പോൾ മമ്മിയൂരപ്പനെ കണ്ടു. മമ്മിയൂർ പോയ പ്രതീതിയായി. ഇനി നേരെ കൊടിമരത്തിലേക്ക് നോക്കാം. കൊടിമരത്തിന് അവിടെ വന്നാൽ വീണ്ടും ഒന്നുകൂടി ആ ശ്രീലകത്തുള്ള ആ ഉണ്ണിക്കണ്ണനെ, ആ പാമ്പിൻ്റെ പുറത്ത്, കാളിയം പാമ്പിൻ്റെ പുറത്ത് നൃത്തമാടുന്ന കണ്ണനെ ഒന്നുകൂടി കാണാം. അത് കണ്ടിട്ട് അവിടെ നിന്ന് ഒന്നുകൂടി തൊഴുത് ഇനി നേരെ ഫ്ലൈ ഓവറിൻ്റെ അപ്പുറം കഴിഞ്ഞാൽ അവിടെ ആ കൂത്തമ്പലത്തിലേക്ക് പോക്കാം. കൂത്തമ്പലത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് തൊഴാം. അത് കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ അടുത്ത് ഇങ്ങോട്ട് വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ കുറച്ച് വലിയ തിരക്കൊന്നും കാണാനില്ല. അപ്പോൾ അവിടെ നിന്നിട്ട് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴാം. കൃഷ്ണ ഹരേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ നമ്മൾ പടിഞ്ഞാറ നടയിലേക്ക് വരിക. പടിഞ്ഞാറ നടയിൽ നിന്ന് ആ കൊടിമരത്തിലുള്ള ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെയും ദീപസ്തംഭത്തിലെ ശ്രീകൃഷ്ണ സ്വരൂപത്തെയും കണ്ടു വണങ്ങുക. എന്നിട്ട് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ നമ്മളിന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു, കളഭാലങ്കാരം കണ്ടു തൊഴുതു. അപ്പം എല്ലാവരും, എന്നെ ശ്രവിച്ച എല്ലാവരും ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു എന്ന് സങ്കല്പിക്കുക, മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വന്നു. ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ എത്തി. നമുക്ക് കാണാൻ കഴിഞ്ഞു വളരെ മനോഹരമായിട്ട് ആ കാളിയമർദ്ദന രൂപം നമ്മുടെ മനസ്സിലേക്ക് എത്തി എന്നുള്ളത് എത്തുക. അങ്ങനെ എത്തിയാൽ തന്നെ ഗുരുവായൂരപ്പനെ നനച്ചാൽ തന്നെ അവിടെ എത്തിയെന്നാ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ജന്മസുഹൃതാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, മറ്റുള്ള നമ്മുടെ ഭക്തരിലേക്ക് എത്തട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും അതൊന്ന് ചെയ്യുക കേട്ടോ. എന്നാലാണ് കൂടുതൽ ആളുകൾക്ക് എത്തുള്ളൂ. കാരണം ഒരുപാട് പേര് ഇത് കേൾക്കാത്ത, ഒരു നേരമെങ്കിലും കാണാത്ത, ഗുരുവായൂരപ്പനെ കാണാത്ത ആളുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ പലരും പറയണു, ഞാൻ ഒരു നേരമെങ്കിലും എനിക്ക് ഗുരുവായൂരപ്പനെ കാണണേ, എന്നെങ്കിലും കഴിയണേ എന്നുള്ള ആ ഒരു അതിനു വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ധാരാളം ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്നാണ് ഞാനും ഇതിലൂടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം നൽകട്ടെ. ഹരേ കൃഷ്ണ.